നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളുടെ കുട്ടിയെ അരികിലേക്ക് ചേർത്തുപിടിച്ച് അവരുടെ കണ്ണുകളിലേക്ക് നോക്കി സ്നേഹത്തിനും അപ്പുറമുള്ള എന്തോ ഒന്ന് ആഴത്തിൽ അനുഭവിച്ചിട്ടുണ്ടോ? ഈ ജീവിതത്തിന് മുൻപ് തന്നെ നിങ്ങൾക്കവരെ അറിയാവുന്നതുപോലെ വളരെ പരിചിതമായൊരു അനുഭൂതി? നിങ്ങൾ എപ്പോഴെങ്കിലും അത്ഭുതപ്പെട്ടിട്ടുണ്ടോ? എന്തുകൊണ്ട് ഈ കുട്ടി, എന്തുകൊണ്ടാണ് ഈ പ്രത്യേക ആത്മാവ് എന്റെ ജീവിതത്തിലേക്ക് വന്നത്? അത് വെറുമൊരു യാദൃശ്ചികതയായിരുന്നോ, അതോ ഇതിനു പിന്നിൽ അതിലും ആഴമേറിയ എന്തെങ്കിലും ആത്മീയ കാരണമുണ്ടോ? മഹാനായ ആത്മീയ ഗുരു പരമഹംസ യോഗാനന്ദയുടെ അഭിപ്രായത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്ന ആത്മാക്കളിൽ യാദൃശ്ചികത എന്നൊന്നില്ല. പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികളായി നമ്മളിലൂടെ കടന്നുവരുന്നവരുടെ കാര്യത്തിൽ ഒട്ടും തന്നെയില്ല. അദ്ദേഹം വളരെ ആഴമേറിയതും പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെട്ടതുമായ ഒരു കാര്യം പറഞ്ഞു. നിങ്ങളുടെ കുട്ടി നിങ്ങളുടെ കർമ്മമാണ്. ഈ ലളിതമായ വാക്കുകളിൽ സ്നേഹവും സത്യവും ഉള്ളിലേക്ക് നോക്കാനുള്ള ശാന്തമായൊരു ക്ഷണവുമടങ്ങിയ അർത്ഥത്തിന്റെ പല തലങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട്. ഒരു കുട്ടി ഒരു കർമ്മമാണെന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥമെന്താണ്? നമ്മൾ എന്തിനെങ്കിലും പ്രതിഫലം നൽകുകയാണോ? നമ്മൾ അനുഗ്രഹിക്കപ്പെടുകയാണോ? അതോ ഉപരിതലത്തിന് താഴെ അതിലും ദിവ്യമായ മറ്റെന്തെങ്കിലും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണോ? ഈ വീഡിയോയിൽ നമ്മൾ ഈ പഠനത്തിന്റെ ഹൃദയത്തിലേക്ക് ആഴത്തിലിറങ്ങിച്ചെല്ലും. പുരാതനമായ കർമ്മനിയമം ബന്ധങ്ങളെ എങ്ങനെ നിയന്ത്രിക്കുന്നുവെന്നും നിങ്ങളുടെ കുട്ടി നിങ്ങളുടെ ആത്മാവിന്റെ യാത്രയെ എങ്ങനെ പ്രതിഫലിപ്പിക്കുന്നുവെന്നും എന്തുകൊണ്ടാണ് മാതാപിതാക്കളാകുക എന്നത് ഒരു മനുഷ്യന് നൽകപ്പെട്ടിട്ടുള്ള ഏറ്റവും ശക്തമായ ആത്മീയ ഉത്തരവാദിത്തങ്ങളിൽ ഒന്നായി മാറുന്നത് എന്നും നമ്മൾ അന്വേഷിക്കും. നിങ്ങളുടെ കുട്ടി സന്തോഷമാണോ അതോ വെല്ലുവിളികളാണോ, എളുപ്പമാണോ അതോ വേദനയാണോ കൊണ്ടുവരുന്നത്? എപ്പോഴും അവിടെ ഒരു ആഴമേറിയ ഉദ്ദേശ്യമുണ്ട്. നിങ്ങൾ വെറുമൊരു കുട്ടിയെ വളർത്തുകയല്ല ചെയ്യുന്നത്. നിങ്ങൾക്ക് മുൻപേ അറിയാവുന്ന ഒരു ആത്മാവിനൊപ്പം നിങ്ങൾ നടക്കുകയാണ്. നിങ്ങളെ തിരഞ്ഞെടുത്ത, നിങ്ങൾ ഒരുപക്ഷെ വളരെ പണ്ടേ തിരഞ്ഞെടുത്ത ഒരു ആത്മാവിനൊപ്പം. അതുകൊണ്ട് എന്നോടൊപ്പം തുടരുക പ്രിയ ആത്മാവേ. ഈ യാത്ര വിധിക്കുന്നതിനെക്കുറിച്ചോ കുറ്റബോധത്തെക്കുറിച്ചോ ഉള്ളതല്ല. ഇത് അവബോധത്തെക്കുറിച്ചും രോഗശാന്തിയെക്കുറിച്ചും സ്നേഹത്തെക്കുറിച്ചുമുള്ളതാണ്. കാരണം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ കുട്ടിയുടെ സാന്നിധ്യത്തിന്റെ ആഴമേറിയ അർത്ഥം നിങ്ങൾ ഒരിക്കൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ എല്ലാം ആശയക്കുഴപ്പത്തിൽ നിന്ന് വ്യക്തതയിലേക്കും ഭാരത്തിൽ നിന്ന് അനുഗ്രഹത്തിലേക്കും മാറാൻ തുടങ്ങും. ഈ മുഴുവൻ പഠനത്തിന്റെയും അടിത്തറ മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ആരംഭിക്കാം. യഥാർത്ഥത്തിൽ കർമ്മം എന്നാൽ എന്താണ്? പലരും കർമ്മമെന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ പെട്ടെന്ന് ശിക്ഷയെക്കുറിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും നിഷേധാത്മകമായ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങും. എന്നാൽ കർമ്മമെന്നത് കേവലം കാര്യവും കാരണവും തമ്മിലുള്ള നിയമം മാത്രമാണ്. നമ്മൾ ചിന്തിക്കുന്ന ഓരോ ചിന്തയും, നമ്മൾ സംസാരിക്കുന്ന ഓരോ വാക്കും, നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും ഒരു ഊർജം സൃഷ്ടിക്കുന്നു. ആ ഊർജം ഏതെങ്കിലും രൂപത്തിൽ നമ്മിലേക്ക് തന്നെ തിരികെ വരികയും വേണം. ഒരു വിത്ത് ഒരിക്കൽ നട്ടുപിടിപ്പിച്ചാൽ അതൊടുവിൽ ഫലം നൽകണമല്ലോ. അതുപോലെ തന്നെ കർമ്മമെന്നത് നമുക്ക് പുറത്തുള്ള ഒന്നല്ല. അത് സമ്മാനങ്ങളും ശിക്ഷകളും വിതരണം ചെയ്യുന്ന ഒരു പ്രപഞ്ച വിധികർത്താവല്ല. പരമഹംസ യോഗാനന്ദ സൗമ്യമായി പഠിപ്പിച്ചതുപോലെ കർമ്മമെന്നത് നിങ്ങളുടെ സ്വന്തം ഭൂതകാല പ്രവൃത്തികളുടെ ഫലമാണ്. നിങ്ങളുടെ സ്വന്തം ആത്മാവ് ഇനിയും എന്താണ് പഠിക്കേണ്ടതെന്ന് അനുഭവങ്ങളിലൂടെ നിങ്ങളെ പഠിപ്പിക്കുന്നതാണത്. അത് വേഷം മാറി വന്ന സ്നേഹമാണ്. അത് വിദ്യാഭ്യാസമാണ്, ശിക്ഷയല്ല. വ്യത്യസ്ത വിഷയങ്ങളിലൂടെ പാഠങ്ങൾ പഠിക്കാൻ നമ്മൾ സ്കൂളിൽ പോകുന്നതുപോലെ നമ്മുടെ ആത്മാവ് വ്യത്യസ്ത അനുഭവങ്ങളിലൂടെ പാഠങ്ങൾ പഠിക്കാൻ ജീവിതത്തിലേക്ക് വരുന്നു. ചിലപ്പോൾ ആ അനുഭവങ്ങൾ സന്തോഷകരമായിരിക്കും, ചിലപ്പോൾ അവ വേദനാജനകവുമായിരിക്കും. എന്നാൽ അതെല്ലാം ആത്മാവിന്റെ വളർച്ചയ്ക്ക് ആവശ്യമാണ്. കർമ്മം നമുക്ക് വികസിക്കാൻ ആവശ്യമായ കൃത്യമായ സാഹചര്യങ്ങളും വ്യക്തികളെയും ബന്ധങ്ങളെയും മാത്രം നൽകുന്നു. ഈ എല്ലാ ബന്ധങ്ങളിലും മാതാപിതാവും കുട്ടിയും തമ്മിലുള്ള ബന്ധം നമുക്കുണ്ടാകാൻ കഴിയുന്ന ഏറ്റവും തീവ്രവും ശക്തവുമായ കർമ്മബന്ധങ്ങളിൽ ഒന്നാണ്. യഥാർത്ഥത്തിൽ പലപ്പോഴും കുടുംബത്തിലൂടെയാണ് കർമ്മം ഏറ്റവും വേഗത്തിലും നേരിട്ടും തിരികെ വരുന്നത്. കാരണം ഇവിടെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ദുർബലരും ഏറ്റവും കൂടുതൽ തുറന്നവരും ഏറ്റവും കൂടുതൽ വൈകാരികമായി ഇടപെടുന്നതുമൊക്കെ ആകുന്നത്. അതുകൊണ്ട് നമ്മൾ ഈ യാത്ര ഒരുമിച്ച് തുടരുമ്പോൾ ഈ സത്യം നിങ്ങളുടെ ഹൃദയത്തിൽ സൂക്ഷിക്കുക. കർമ്മം നിങ്ങളെ ഉപദ്രവിക്കാനുള്ളതല്ല, അത് നിങ്ങളെ ഉണർത്താനുള്ളതാണ്. നിങ്ങളുടെ കുട്ടി നിങ്ങളുടെ ജീവിതത്തിൽ പ്രവേശിക്കുമ്പോൾ അവർ തങ്ങളോടൊപ്പം നിങ്ങളുടെ കർമ്മകഥയുടെ ഒരു ഭാഗം കൂടി കൊണ്ടുവരുന്നു. അത് ദിവ്യമായ സമയത്ത് വെളിപ്പെടാനായി കാത്തിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ കർമ്മം എന്താണെന്ന് മനസ്സിലാക്കിയ സ്ഥിതിക്ക് നമുക്ക് കുറച്ചുകൂടി ആഴത്തിൽ ചോദിക്കാം. എന്തുകൊണ്ടാണ് ചില ആത്മാക്കൾ നമ്മുടെ കുട്ടികളാകുന്നത്? പ്രപഞ്ചത്തിലെ കോടിക്കണക്കിന് ആത്മാക്കളിൽ നിന്ന് എന്തുകൊണ്ടാണ് ഈ പ്രത്യേക ആത്മാവ് നിങ്ങളുടെ വീട്ടിലേക്കും നിങ്ങളുടെ കൈകളിലേക്കും നിങ്ങളുടെ ജീവിതത്തിലേക്കും വരുന്നത്? സത്യമെന്തെന്നാൽ ദിവ്യമായ പദ്ധതിയിൽ യാദൃശ്ചികതകളെന്നൊന്നില്ല.
നിങ്ങളുടെ കുട്ടിയായി നിങ്ങളുടെ അടുക്കലേക്ക് വരുന്ന ആത്മാവ് ക്രമരഹിതമായി അഥവാ യാതൊരു കാരണവുമില്ലാതെ വന്നതല്ല. അത് നിങ്ങൾ മുൻപും ബന്ധപ്പെട്ടിരുന്ന ഒരു ആത്മാവാണ്. ഒരുപക്ഷെ ഈ ജീവിതത്തിലോ അല്ലെങ്കിൽ കഴിഞ്ഞ പല ജന്മങ്ങളിലോ ആകാം. അവർ നിങ്ങളുടെ മാതാപിതാക്കളോ നിങ്ങളുടെ സുഹൃത്തോ നിങ്ങളുടെ പങ്കാളിയോ അല്ലെങ്കിൽ ഒരിക്കൽ നിങ്ങളെ വേദനിപ്പിച്ച ആരെങ്കിലുമോ ആയിരിക്കാം. ഈ ജീവിതത്തിൽ അവർ വ്യത്യസ്ത രൂപത്തിൽ വ്യത്യസ്ത ചുമതലയുമായി മടങ്ങിവരുന്നു. എന്നാൽ ബന്ധം ആഴത്തിൽ കർമ്മത്തിൻ്റേതായി തുടരുന്നു. ഇതുകൊണ്ടാണ് ചിലപ്പോൾ ജനനം മുതൽ തന്നെ പെട്ടെന്നൊരു തിരിച്ചറിവുണ്ടാകുന്നത്, സമയത്തേക്കാൾ പഴക്കമുള്ളതായി തോന്നുന്ന ഒരു ബന്ധം. പരമഹംസ യോഗാനന്ദയുടെ അഭിപ്രായത്തിൽ കുടുംബങ്ങൾ രൂപം കൊള്ളുന്നത് വെറും രക്തം കൊണ്ടല്ല, കർമ്മം കൊണ്ടാണ്. അദ്ദേഹം പറഞ്ഞു, കുടുംബവട്ടത്തിൽ കർമ്മം അതിൻ്റെ ഏറ്റവും തീവ്രവും വ്യക്തിപരവുമായ രീതിയിൽ പ്രവർത്തിക്കുന്നു. അതിൻ്റെ അർത്ഥം നിങ്ങളുടെ കുടുംബത്തിലെ ആത്മാക്കൾ, പ്രത്യേകിച്ച് നിങ്ങളുടെ കുട്ടികൾ, നിങ്ങളെ അപൂർണമായ പാഠങ്ങൾ പരിഹരിക്കാൻ ഇവിടെയുണ്ട്. ചില കുട്ടികൾ നിങ്ങളുടെ സ്നേഹം തിരികെ നൽകാനായി ജനിക്കുന്നു. ചിലർ നിങ്ങളുടെ ക്ഷമ പരീക്ഷിക്കാനായി ഇവിടെയുണ്ട്. ചിലർ ദയയുടെ കടം വീട്ടാൻ വരുന്നു. മറ്റു ചിലർ നിങ്ങൾക്ക് വെല്ലുവിളികൾ ഉയർത്താൻ വരുന്നു. അങ്ങനെ നിങ്ങൾക്ക് വളരാൻ സാധിക്കും. അവരുടെ ചുമതല എന്തായാലും അവരുടെ സാന്നിധ്യം അർത്ഥവത്താണ്. അവർ യാദൃശ്ചികമായി വന്നതല്ല, മറിച്ച് ദിവ്യമായ പദ്ധതിയിലൂടെയാണ് വന്നത്. നിങ്ങളുടെ കുട്ടിയെ വെറുമൊരു മകനോ മകളോ എന്ന് മാത്രമല്ല കാണുന്നത്, നിങ്ങളോടൊപ്പം യാത്ര ചെയ്യുന്ന ഒരു സഹ ആത്മാവായി കാണാൻ തുടങ്ങുമ്പോൾ കുട്ടികളെ വളർത്തുന്നതിനോടുള്ള നിങ്ങളുടെ മുഴുവൻ സമീപനവും മാറും. അത് നിയന്ത്രണത്തെക്കുറിച്ച് കുറവും ആത്മീയ പങ്കാളിത്തത്തെക്കുറിച്ച് കൂടുതലുമായി മാറും. നിങ്ങളുടെ കുട്ടി ഇവിടെയുള്ളത് ഒരു കാരണത്തിനാണ്, നിങ്ങളും. മാതാപിതാക്കൾ എന്ന നിലയിൽ നമ്മളിവിടെ നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കാനും അവരെ നയിക്കാനും സംരക്ഷിക്കാനും അവരുടെ ജീവിതം രൂപപ്പെടുത്താനുമുള്ളവരാണെന്നാണ് നമ്മളിൽ ഭൂരിഭാഗം പേരും വിശ്വസിക്കുന്നത്. അത് സത്യവുമാണ്. എന്നാൽ അത് സത്യത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. കർമ്മത്തിൻ്റെയും ആത്മാവിൻ്റെ വികാസത്തിൻ്റെയും ആഴമേറിയ വീക്ഷണത്തിൽ നിങ്ങളുടെ കുട്ടി നിങ്ങളെ പഠിപ്പിക്കാനും കൂടിയാണിവിടെയുള്ളത്. മാതാപിതാക്കളാകുക എന്നത് ഒരു ഏകപക്ഷീയമായ യാത്രയല്ല. അത് രണ്ട് ആത്മാക്കൾ തമ്മിലുള്ള ഒരു വിശുദ്ധമായ കൈമാറ്റമാണ്. പലപ്പോഴും നിങ്ങളുടെ കുട്ടി നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന ഗുണങ്ങൾ, അതവരുടെ നിഷ്കളങ്കതയോ ശാഠ്യമോ അവരുടെ സർഗാത്മകതയോ അതോ വെല്ലുവിളികളോ ആകട്ടെ, അവ നിങ്ങളുടെ ഉള്ളിലുള്ള ഒന്നിനെ പ്രതിഫലിപ്പിക്കുന്നു. അവർ നിങ്ങളുടെ സ്വന്തം ഭൂതകാല പ്രവൃത്തികളെയും നിങ്ങളുടെ ആന്തരിക രീതികളെയും അല്ലെങ്കിൽ നിങ്ങളുടെ ഇതുവരെ ഉണങ്ങാത്ത ഭേദമാകാത്ത മുറിവുകളെപ്പോലും പ്രതിഫലിപ്പിക്കുന്നു. നിങ്ങളുടെ കുട്ടി നിങ്ങളുടെ കണ്ണാടിയായി മാറുന്നു. അത് നിങ്ങളുടെ ഉള്ളിലെ ഇപ്പോഴും ക്ഷമയും സ്നേഹവും മാറ്റവും ആവശ്യമുള്ള ഭാഗങ്ങൾ കാണാൻ നിങ്ങളെ സഹായിക്കുന്നു. ഈ രീതിയിൽ അവർ നിങ്ങളുടെ വഴികാട്ടിയാണ്. നിങ്ങൾ അവരുടെ വഴികാട്ടിയായത് അത്ര തന്നെ. പരമഹംസ യോഗാനന്ദ നമ്മെ മനോഹരമായി ഓർമ്മിപ്പിച്ചു. നിങ്ങൾ നിങ്ങളുടെ കുട്ടിയുടെ ഉടമസ്ഥനല്ല. നിങ്ങൾ കുറച്ചു കാലത്തേക്കൊരു രക്ഷിതാവ് മാത്രമാണ്. അവരെ നയിക്കുക, എന്നാൽ അവരെ അവരുടെ സ്വന്തം ആത്മാവിൻ്റെ വഴിയിലൂടെ നടക്കാൻ അനുവദിക്കുക. ഇതിൻ്റെ അർത്ഥം നിങ്ങളിവിടെ അവരുടെ വിധിയെ നിയന്ത്രിക്കാനല്ല, മറിച്ച് അതിനെ പിന്തുണയ്ക്കാനാണുള്ളത്. നിങ്ങൾ അവരുടെ ജീവിതത്തിൻ്റെ രചയിതാവല്ല. നിങ്ങൾ അവരുടെ പുസ്തകത്തിലെ സ്നേഹം നിറഞ്ഞ ഒരു അധ്യായം മാത്രമാണ്. ആദ്യത്തെ പേജുകൾ നിങ്ങൾക്ക് രൂപപ്പെടുത്താൻ കഴിയുമെങ്കിലും ബാക്കി പേജുകൾ അവർക്ക് സ്വന്തം കൈകൊണ്ട് തന്നെ എഴുതേണ്ടതുണ്ട്. അതിനോടൊപ്പം അവരുടെ സാന്നിധ്യം നിങ്ങൾക്ക് ഉയരാനുള്ള അവസരം നൽകുന്നു. അവരുടെ സ്നേഹത്തിന് നിങ്ങളുടെ ഭൂതകാലത്തെ സുഖപ്പെടുത്താൻ കഴിയും. അവരുടെ ചോദ്യങ്ങൾക്ക് നിങ്ങളുടെ അവബോധത്തെ വികസിപ്പിക്കാൻ കഴിയും. അവരുടെ സാന്നിധ്യത്തിന് നിങ്ങളുടെ ഹൃദയത്തെ മൃദുലമാക്കാൻ കഴിയും. അതിനാൽ പ്രിയ ആത്മാവേ, ഞാൻ എൻ്റെ കുട്ടിയെ എന്താണ് പഠിപ്പിക്കേണ്ടത് എന്ന് മാത്രം ചോദിക്കരുത്. പകരം പതുക്കെ ചോദിക്കൂ, എന്നെ എന്താണ് പഠിപ്പിക്കാൻ എൻ്റെ കുട്ടി ഇവിടെ വന്നിരിക്കുന്നത്? നിങ്ങൾ പരസ്പരമുള്ള പഠനത്തിൽ ഒരുമിച്ച് നടക്കുമ്പോൾ കർമ്മം നീങ്ങാൻ തുടങ്ങുന്നു. മാതാപിതാക്കളാകുക എന്നത് നിങ്ങൾ ഇരുവർക്കും ആത്മീയ ഉണർവിലേക്കുള്ള ഒരു പാതയായി മാറുന്നു. ചിലപ്പോൾ മാതാപിതാക്കളും കുട്ടിയും തമ്മിലുള്ള ബന്ധം സുഖമായിരിക്കില്ല. അവിടെ അഭിപ്രായ വ്യത്യാസങ്ങളോ തെറ്റിദ്ധാരണകളോ അല്ലെങ്കിൽ ആഴമേറിയ വൈകാരിക വേദനയോ ഉണ്ടായേക്കാം. അത്തരം നിമിഷങ്ങളിൽ നിങ്ങൾ ചോദിച്ചേക്കാം, എന്തുകൊണ്ടാണിത് സംഭവിക്കുന്നത്? എന്തുകൊണ്ടാണിത് ഇത്ര ബുദ്ധിമുട്ടായിരിക്കുന്നത്? അതിൻ്റെ ഉത്തരം, പ്രിയ ആത്മാവേ, പലപ്പോഴും കഴിഞ്ഞ ജന്മങ്ങളിൽ നിന്ന് തുടർന്നുവരുന്ന കർമ്മചക്രങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്നതാണ്. നിങ്ങളുടെ കുട്ടി തുടർച്ചയായി നിങ്ങളുടെ ക്ഷമ പരീക്ഷിക്കുകയോ നിങ്ങളുടെ വഴികാട്ടലിനെ എതിർക്കുകയോ അല്ലെങ്കിൽ പഴയ വികാരങ്ങളെ ഉണർത്തുകയോ ചെയ്യുകയാണെങ്കിൽ അതവർ ചീത്തയോ തെറ്റുകാരോ ആയതുകൊണ്ടായിരിക്കില്ല, മറിച്ച് നിങ്ങൾക്കിടയിൽ ഒരു പഴയ കർമ്മത്തിൻ്റെ കെട്ടുള്ളതുകൊണ്ടായിരിക്കാം. അത് അഴിക്കാൻ ആവശ്യപ്പെടുന്നു. അപ്പോൾ നമ്മൾ എങ്ങനെ പ്രതികരിക്കും? നമ്മൾ ദേഷ്യത്തിലോ ശിക്ഷയിലോ അതോ കുറ്റബോധത്തിലോ പ്രതികരിക്കുമോ? ഇല്ല, നമ്മൾ അവബോധത്തോടെ പ്രതികരിക്കുന്നു. പരമഹംസ യോഗാനന്ദ സ്നേഹത്തോടെ പറഞ്ഞിട്ടുണ്ട്, കർമ്മത്തെ പശ്ചാത്താപത്തോടെയോ കുറ്റബോധത്തോടെയോ അല്ല,
മറിച്ച് നിലവിലുള്ള നിമിഷത്തിലെ ശരിയായ പ്രവൃത്തിയിലൂടെ മാറ്റാൻ കഴിയും. ഇതിന്റെ അർത്ഥം ഭൂതകാലം വേദന കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും വർത്തമാനകാലത്തിന് രോഗശീലനം നൽകാൻ കഴിയുമെന്നാണ്. ഒരു ഉയർന്ന പ്രതികരണം തിരഞ്ഞെടുക്കുന്നതിലൂടെ നിങ്ങൾക്ക് നിഷേധാത്മക കർമ്മ പാറ്റേണുകളെ തകർക്കാം. പ്രതികരിക്കുന്നതിനു പകരം നിൽക്കാൻ ശ്രമിക്കുക, ശ്വാസമെടുക്കുക, വിവേകത്തോടെ മറുപടി പറയുക. കടുപ്പമേറിയ വാക്കുകൾ ഉയർന്നു വന്നാൽ മൗനം പാലിക്കാൻ ശ്രമിക്കുക. വിമർശനങ്ങൾ പ്രത്യക്ഷപ്പെട്ടാൽ കരുണ കാണിക്കാൻ ശ്രമിക്കുക. ഭയം കാണപ്പെട്ടാൽ സ്നേഹിക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ കുട്ടി ഇത്തവണ കാര്യങ്ങൾ വ്യത്യസ്തമായി ചെയ്യാനുള്ള അവസരം നിങ്ങൾക്ക് നൽകുന്നു. ക്ഷമയുടെയും ക്ഷമിക്കുന്നതിൻ്റെയും ബോധപൂർവമായ രക്ഷിതാത്വത്തിൻ്റെയും ഓരോ പ്രവൃത്തിയും നിങ്ങളുടെ ഷെയർ ചെയ്ത കർമ്മത്തിൻ്റെ സ്ക്രിപ്റ്റിനെ വീണ്ടും എഴുതുന്നു. അതൊരു പുതിയ ഊർജം സൃഷ്ടിക്കുന്നു. അത് രണ്ടാത്മാക്കളെയും ഉയർത്തുന്നു. ഓർമ്മിക്കുക, കർമ്മം സ്ഥിരമല്ല, അത് ഒഴുകുന്ന ഒരു നദിയാണ്. സ്നേഹമെന്ന തോണി നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും പ്രയാസമേറിയ അടിയൊഴുക്കുകളെപ്പോലും മറികടക്കാൻ കഴിയും. അതിനാൽ നിങ്ങളും നിങ്ങളുടെ കുട്ടിയും തമ്മിൽ കാര്യങ്ങൾ എപ്പോഴെങ്കിലും കടുത്തതായി തോന്നുകയാണെങ്കിൽ അതിനെ ഒരു ശിക്ഷയായി കാണരുത്. മറിച്ച് സുഖപ്പെടാനും വളരാനും ഒടുവിൽ പരസ്പരം പഴയ വിജ്ഞാനങ്ങളിൽ നിന്നും ചങ്ങലകളിൽ നിന്നും മുക്തമാക്കാനുമുള്ള അവസരമായി കാണുക. ഇത് സ്നേഹത്താൽ മാറ്റപ്പെട്ട കർമ്മത്തിൻ്റെ നിശബ്ദമായ അത്ഭുതമാണ്. ഒരു കുട്ടി പ്രത്യേക ആവശ്യങ്ങളോടെയോ ഒരു വിട്ടുമാറാത്ത രോഗത്തോടെയോ അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് അവരെ വ്യത്യസ്തമാക്കുന്ന ആഴമേറിയ വൈകാരികതയോടെയോ ജനിക്കുന്ന തരങ്ങളുണ്ട്. ഒരു മാതാപിതാക്കളെന്ന നിലയിൽ ഇത് അവിശ്വസനീയമായി വെല്ലുവിളികൾ നിറഞ്ഞതും വൈകാരികവുമായിരിക്കും. നിങ്ങൾ ചോദിച്ചേക്കാം, എന്തുകൊണ്ടാണ് എൻ്റെ കുട്ടിയോടിത് സംഭവിച്ചത്? ഞാൻ എന്തുകൊണ്ട്? എന്നാൽ ആത്മീയ വീക്ഷണത്തിൽ ഈ സാഹചര്യം ഒരു ശിക്ഷയല്ല. ഇത് പലപ്പോഴും ജനനത്തിനു മുൻപ് രണ്ടാത്മാക്കളും തിരഞ്ഞെടുത്ത ഒരു ഉന്നത കർമ്മ ചുമതലയുടെ സൂചനയാണ്. വൈകല്യത്തോടെ ജനിക്കുന്ന പോലുള്ള കഠിനമായ ജീവിതപാത തിരഞ്ഞെടുക്കുന്ന ആത്മാക്കൾ പലപ്പോഴും തീവ്രമായ ആത്മീയ വികാസം ആഗ്രഹിക്കുന്ന പുരോഗമിച്ച ആത്മാക്കളാണെന്ന് പരമഹംസ യോഗാനന്ദ പഠിപ്പിച്ചു. അവർ ഈ പാത തിരഞ്ഞെടുക്കുന്നത് ദൗർബല്യത്തിലല്ല, മറിച്ച് വലിയ ധൈര്യത്തോടെയും ആന്തരിക ശക്തിയോടെ കൂടിയാണ്. അവരെ പരിചരിക്കുന്ന മാതാപിതാക്കളും ഈ വിശുദ്ധമായ യാത്രയിൽ ഒരുമിച്ച് നടക്കാൻ തിരഞ്ഞെടുത്ത വളരെ സ്പെഷ്യലായ ആത്മാക്കളാണ്. യോഗാനന്ദ പറഞ്ഞു, നിങ്ങളൊരു ഭാരത്തെയല്ല പരിചരിക്കുന്നത്, മറിച്ച് വേഷം മാറി വന്ന ഒരു അനുഗ്രഹത്തെയും നിങ്ങളുടെ ഹൃദയത്തെ ഉണർത്താൻ വന്ന ഒരു മാസ്റ്റർ ആത്മാവിനെയുമാണ്. ഈ സാഹചര്യങ്ങളിൽ നിങ്ങളുടെ ചുമതല ഒരു പരിചാരകൻ്റേത് മാത്രമല്ല, മറിച്ചൊരാത്മീയ കൂട്ടാളിയുടേതു കൂടിയാണ്. ഈ ആത്മാവിനെ ഈ ഭൂമിയിലെ അവരുടെ ആഴമേറിയ ഉദ്ദേശം പൂർത്തിയാക്കാൻ സഹായിക്കുന്ന ഒരാളും കൂടി. നിങ്ങൾ നേരിടുന്ന ചില വെല്ലുവിളികൾ ചിലപ്പോൾ ഭാരമേറിയതായി തോന്നാം. എന്നാൽ അവ നിബന്ധനകളില്ലാത്ത സ്നേഹം, ക്ഷമ, വിനയം, കൃപ എന്നിവയ്ക്കുള്ള അവസരങ്ങളാണ്. ഈ കുട്ടികൾ പലപ്പോഴും ഒരു ശാന്തമായ വിശുദ്ധിയും അവരുടെ പ്രായത്തിനപ്പുറത്തുള്ള ബുദ്ധിശക്തിയും വാക്കുകൾക്ക് പ്രകടിപ്പിക്കാൻ കഴിയാത്ത രീതിയിൽ ഹൃദയങ്ങളെ സ്പർശിക്കാൻ കഴിയുന്ന ഒരു സാന്നിധ്യവും പുറത്തുപൊടുവിക്കുന്നു. എന്താണ് യഥാർത്ഥത്തിൽ പ്രാധാന്യമുള്ളത് എന്നവർ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അവരുടെ ജീവിതം മാതാപിതാക്കൾക്ക് മാത്രമല്ല, അവരെ കണ്ടുമുട്ടുന്ന എല്ലാവർക്കും ഒരു പാഠമായി മാറുന്നു. അതിനാൽ നിങ്ങൾക്കങ്ങനെ ഒരു കുട്ടിയുണ്ടെങ്കിൽ ഇതിത്രയും അറിഞ്ഞിരിക്കുക. നിങ്ങളുടെ ആത്മാവും അവരുടെ ആത്മാവും ഒരു ദിവ്യമായ കാരണത്തിനാണ് പരസ്പരം തിരഞ്ഞെടുത്തത്. നിങ്ങൾ തമ്മിൽ പങ്കിടുന്ന ഓരോ പരിചരണത്തിൻ്റെയും പ്രവൃത്തിയും, ഓരോ കണ്ണുനീരും, ഓരോ പുഞ്ചിരിയും ഒരു വിശുദ്ധമായ സമർപ്പണത്തിൻ്റെ ഭാഗമാണ്. അത് കർമ്മത്തെ സുഖപ്പെടുത്തുകയും നിങ്ങളുടെ ഒരുമിച്ചുള്ള യാത്രയെ ഉയർത്തുകയും ചെയ്യുന്നു. നമ്മൾ അന്തിമമായ മനസ്സിലാക്കലിലേക്ക് വരുമ്പോൾ നമുക്കിപ്പോൾ ചോദിക്കാം, മാതാപിതാക്കളും കുട്ടിയും തമ്മിലുള്ള ഈ കർമ്മബന്ധത്തിന്റെ പരമമായ ഉദ്ദേശം എന്താണ്? ഇത് വെറും ചുമതലകൾ നിർവഹിക്കാനും കടമകൾ പൂർത്തിയാക്കാനും പഴയ കടങ്ങൾ സന്തുലിതമാക്കാനുമുള്ളതാണോ? അതോ ഈ ബന്ധത്തിനുള്ളിൽ അതിലും വിശുദ്ധമായ മറ്റെന്തെങ്കിലും ഒളിഞ്ഞിരിപ്പുണ്ടോ? സത്യമെന്തെന്നാൽ കർമ്മമെന്നത് അവസാനമല്ല, മുക്തിയാണ്. ജീവിതത്തിന്റെ ഉദ്ദേശം കർമ്മചക്രങ്ങളിൽ കുടുങ്ങിക്കിടക്കുകയെന്നതല്ല, മറിച്ച് അവയ്ക്ക് മുകളിലേക്ക് ഉയരുകയെന്നതാണ്. അതിനുള്ള ഏറ്റവും ശക്തമായ മാർഗം സ്നേഹത്തിലൂടെയാണ്. മുറുകെ പിടിക്കുന്നതോ നിയന്ത്രിക്കുന്നതോ ഭയപ്പെടുന്നതോ ആയ സ്നേഹമല്ല, മറിച്ച് ശുദ്ധവും നിസ്വാർത്ഥവും സ്വതന്ത്രവുമായ സ്നേഹമാണ്. നമ്മുടെ കുട്ടികളെ നമ്മുടെ സ്വത്തായി കാണാതെ നമ്മുടെ സംരക്ഷണയിൽ ഏൽപ്പിക്കപ്പെട്ട ദിവ്യമായ ആത്മാക്കളായി നമ്മൾ സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ കർമ്മത്തെ ഇല്ലാതാക്കാൻ തുടങ്ങുമെന്ന് പരമഹംസ യോഗാനന്ദ പഠിപ്പിച്ചു. അദ്ദേഹം പറഞ്ഞു, ഈശ്വരനാണ് യഥാർത്ഥ മാതാപിതാക്കൾ. നിങ്ങൾ കേവലം ഒരു കെയർടേക്കർ മാത്രമാണ്. ഭക്തിയോടെ സേവിക്കുക, എന്നാൽ വൈരാഗ്യത്തോടെ സമർപ്പിക്കുക. ഇതിനർത്ഥം നമ്മൾ പ്രതീക്ഷകളില്ലാതെ നൽകാനും നിർബന്ധിക്കാതെ നയിക്കാനും വളരെ കടുപ്പത്തിൽ പിടിക്കാതെ സ്നേഹിക്കാനും പഠിക്കണം. സച്ചായ സ്നേഹം ആത്മാവിനെ ഉയർത്തുകയും അതിനെ പറക്കാൻ അനുവദിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ ഈ നിസ്വാർത്ഥ സേവനത്തിന്റെ സ്ഥാനത്ത് എത്രത്തോളം ജീവിക്കുന്നുവോ അത്രത്തോളം സമാധാനം നിങ്ങളുടെ ഉള്ളിൽ അനുഭവപ്പെടും.
സാവധാനം പഴയ കർമ്മബന്ധങ്ങൾ അയയാൻ തുടങ്ങുന്നു. സ്വാതന്ത്ര്യത്തിനും കൃപയ്ക്കും ആത്മീയ വളർച്ചയ്ക്കും ഇടം നൽകുന്നു. നിങ്ങളുടെ കുട്ടിയെ അവരുടെ പാതയിലൂടെ നടക്കുന്ന ഒരാത്മാവായി കാണുമ്പോൾ നിങ്ങളും പ്രകാശത്തിൽ നടക്കാൻ പഠിക്കുന്ന ഒരാത്മാവാണെന്ന് നിങ്ങൾ ഓർക്കുന്നു. അപ്പോൾ മാതാപിതാക്കളാകുക എന്നതൊരു കടമയല്ല, മറിച്ച് രണ്ടാത്മാക്കളും ഉന്നതമായ സത്യത്തിലേക്ക് ഉണരാൻ പരസ്പരം സഹായിക്കുന്ന ഒരു വിശുദ്ധ യാത്രയായി മാറുന്നു. ഈ ദിവ്യമായ കൈമാറ്റത്തിൽ കർമ്മമിനിയൊരു ജഞ്ചിരല്ല, മറിച്ച് നിങ്ങൾ ഇരുവരെയും ദൈവത്തിലേക്ക് അടുപ്പിക്കുന്ന ഒരു ഫലമായി മാറുന്നു. പ്രിയ ആത്മാവേ, നിങ്ങൾ ഇതുവരെ എന്നോടൊപ്പം ഉണ്ടായിരുന്നുവെങ്കിൽ ഞാൻ എൻ്റെ പൂർണ്ണ ഹൃദയത്തോടെ നിങ്ങളോട് നന്ദി പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ വെറും വാക്കുകൾ കേൾക്കുക മാത്രമല്ല ചെയ്തത്, ഒരാഴമേറിയ സത്യത്തിനായി നിങ്ങളുടെ ഹൃദയം ഉറക്കുകയാണ് ചെയ്തത്. നിങ്ങളുടെ കുട്ടിയുമായുള്ള നിങ്ങളുടെ ബന്ധത്തിന്റെ പിന്നിലെ വിശുദ്ധമായ അർത്ഥം മനസ്സിലാക്കുന്നതിൻ്റെ ആദ്യ പടി നിങ്ങൾ സ്വീകരിച്ചു കഴിഞ്ഞു. നിങ്ങളുടെ കുട്ടി നിങ്ങളുടെ കുടുംബത്തിന്റെ ഭാഗം മാത്രമല്ലെന്നും നിങ്ങളുടെ ആത്മാവിന്റെ യാത്രയുടെ ഭാഗം കൂടിയാണെന്ന് നിങ്ങൾക്കിപ്പോൾ അറിയാം. അവർ സന്തോഷം കൊണ്ടുവന്നാലും വെല്ലുവിളി കൊണ്ടുവന്നാലും ചിരി കൊണ്ടുവന്നാലും കണ്ണീര് കൊണ്ടുവന്നാലും അവരൊരു കാരണത്തിനാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ മുൻപും ഒരുമിച്ച് നടന്നിട്ടുണ്ട്. വളരാനും സുഖപ്പെടാനും ഒരുമിച്ച് ഉയരാനും നിങ്ങളിപ്പോൾ വീണ്ടും നടക്കുകയാണ്. കുട്ടികളെ വളർത്തുന്നത് എപ്പോഴും എളുപ്പമുള്ള കാര്യമല്ല. എന്നാൽ അതിനെ കർമ്മത്തിന്റെയും ദിവ്യമായ പ്രണയത്തിന്റെയും കണ്ണുകളിലൂടെ കാണുമ്പോൾ അതൊരു മാറ്റത്തിന്റെ ശക്തമായ പാതയായി മാറുന്നു. അതിനാൽ ഈ പഠനങ്ങളെ പതുക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പകർത്തിയെഴുതുക. നിങ്ങളുടെ കുട്ടിയെ സ്നേഹത്തോടെ മാത്രമല്ല അവബോധത്തോടെയും നോക്കുക. ചോദിക്കൂ, ഈ ആത്മാവ് എന്നെ ഇവിടെ എന്താണ് പഠിപ്പിക്കാൻ വന്നിരിക്കുന്നത്? എനിക്കവരെ വളരാൻ എങ്ങനെ സഹായിക്കാനാകും? കൂടാതെ എനിക്കും എങ്ങനെ വളരാനാകും? ഈ രീതിയിൽ നിങ്ങൾ കേവലം ഒരു കുട്ടിയെ വളർത്തുകയല്ല ചെയ്യുന്നത്, നിങ്ങളുടെ ബോധത്തെയാണ് ഉയർത്തുന്നത്. അതുതന്നെയാണ് എല്ലാറ്റിനേക്കാളും വലിയ സമ്മാനം. ഈ വീഡിയോ നിങ്ങൾക്ക് വ്യക്തതയോ ശാന്തിയോ അല്ലെങ്കിൽ ഒരു പുതിയ കാഴ്ചപ്പാടോ നൽകിയിട്ടുണ്ടെങ്കിൽ ദയവായി വീഡിയോ ലൈക്ക് ചെയ്യുക. ഈ മെസ്സേജ് ആവശ്യമുള്ള മറ്റാരോടെങ്കിലും ഇത് ഷെയർ ചെയ്യുക. ഏറ്റവും പ്രധാനമായി ഇതുപോലെയുള്ള മറ്റ് ആത്മീയ ഉൾക്കാഴ്ചകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക. താഴെ ഒരു കമന്റ് ഇടാനും ഞാൻ നിങ്ങളെ ആഗ്രഹിക്കുന്നു. എന്നോട് പറയൂ, ഇന്ന് നിങ്ങളുടെ കുട്ടിയെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? അല്ലെങ്കിൽ ഈ മെസ്സേജിൽ ഏത് കാര്യമാണ് നിങ്ങളുടെ ഹൃദയത്തെ ഏറ്റവും കൂടുതൽ സ്പർശിച്ചത്? നിങ്ങളുടെ വാക്കുകൾ അവരുടെ പാതയിലൂടെ നടക്കുന്ന മറ്റൊരാൾക്ക് പ്രചോദനമായേക്കാം. നമ്മൾ വീണ്ടും കാണുന്നതുവരെ നിങ്ങളുടെ ഹൃദയം തുറന്നിരിക്കട്ടെ, നിങ്ങളുടെ ആത്മാവ് ശക്തമായിരിക്കട്ടെ, നിങ്ങളുടെ സ്നേഹം നിബന്ധനകളില്ലാത്തതായി തുടരട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പരക്കട്ടെ. പ്രകാശം.